കോഴിക്കുട്ടിയൊക്കെ ഇവിടെ തീറ്റയിട്ട് പോവാണ്. ഇവിടെ ഇരിക്കട്ടെ. ആരാപ്പത് പോടെ. ഇതാണ് നമ്മളെ മക്കൾ. ഓക്കെ, ഇതിലൊക്കെ വന്ന് ഇങ്ങനെ തിന്നാനും ഈ പാത്രം ഒന്ന് കുത്തിയിട്ടേ വെച്ച് ഒരു വെള്ളം വേണമല്ലോ. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുക. ഓക്കെ, ഓടിപ്പോയി സാപ്പിടൂ. കുറേ ആൾക്കാർ വന്ന് കണ്ടിട്ട് ഇങ്ങനെ കോഴിക്കോട് വൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വലിയ വൃത്തി സൂക്ഷിക്കാൻ ഇത് പിന്നെ നമ്മളെ ബെഡ്റൂം കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ കോഴികളെ വളർത്താൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് ഈ പറമ്പിലൊക്കെ നടക്കുന്ന ഒരു ഫീല് കിട്ടണം. അതിന് വേണ്ടി നമ്മളിത് കുറച്ച് ഇങ്ങനെ ഡേറ്റിയില്ല, പിന്നെ എന്താ പറയുക, കല്ല്, മണ്ണ്, കുഴി, മരങ്ങൾ, അത് ഇത് എല്ലാം വേണം അവർക്ക്. ചെകഞ്ഞ് തിന്നാനും തോണ്ടി തിന്നാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുല്ലൊക്കെ കൊടുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ അടിയിൽ നമുക്ക് ചെതൽ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് സാപ്പിടാൻ പറ്റും. പിന്നെ അതുപോലെ കൊമ്പത്ത് കയറി പാറാം, മണ്ണ് ചകഞ്ഞ് കഴിക്കാം, എല്ലാം പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം. ഓക്കെ, പല ആൾക്കാരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടിൻ്റെ വിശേഷങ്ങൾ എന്താണ്, കോഴികൾ പെരുകുന്നുണ്ടോ, സെയിലൊക്കെ നടക്കുന്നുണ്ടോ, വരുമാനം ഉണ്ടോ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2-3 വീടുകളിലേക്ക് ആവശ്യമായ കോഴിമുട്ട കിട്ടുന്നതിനും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചിക്കൻ കഴിക്കണം തോന്നുമ്പോൾ നല്ല പിന്നെ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടും ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ കോഴിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനും അതിൽ കൂടുതലും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് എല്ലാ ശാസ്ത്രീയ വശങ്ങളും നോക്കിയിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്നൊരു കോഴി എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടൊരുക്കിയിട്ടുള്ളത്. നിലത്ത് ഇതുപോലെ മണ്ണും പൊടിയും കാടും പുല്ലും ഒക്കെ നമ്മൾ വെട്ടിയിട്ട് കൊടുക്കും. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി ഒരു 1-2 മണിക്കൂറെങ്കിലും പുറത്ത് തുറന്നു വിട്ടിട്ട് തന്നെ വളർത്തും.